ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ വാട്സപ്പിൽ വന്നൊരു പുതിയൊരു കിഡിലെ അപ്ഡേറ്റ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതേപോലത്തെ വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഇത് വാട്സപ്പ് വന്നൊരു കിടില അപ്ഡേറ്റ് ആണ്. ഇത് നമ്മുടെ സ്റ്റേറ്റസിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് അറിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. കിടില അപ്ഡേറ്റ് ആണ്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കണം. ഇത് അറിയാത്ത ആൾക്കാരും കാണാം, ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. വേറെ ഒന്നല്ല, ഇപ്പോൾ നമുക്ക് യൂട്യൂബിൽ നമുക്ക് ഷോർട്സ് ചെയ്യുമ്പോൾ അതിലൊക്കെ പാട്ട് ആഡ് ചെയ്തിട്ട് ചെയ്യാം. നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ റീൽസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ സ്റ്റോറിയൊക്കെ ഇടുമ്പോൾ നമുക്ക് അതിൽ തന്നെ പാട്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതേപോലെ നമ്മുടെ സ്റ്റേറ്റസിൽ, അതായത് നമുക്ക് നേരത്തെ വേണമെങ്കിൽ പാട്ടോ മ്യൂസിക് ആഡ് ചെയ്തിട്ട് ആ വീഡിയോ സ്റ്റാറ്റസ് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട് നേരത്തെ തന്നെ. നമുക്കല്ലാതെ ഇടാം, അത് കുഴപ്പമൊന്നുമില്ല. ഇതങ്ങനെയല്ല. നമുക്ക് സ്റ്റാറ്റസ് പോയിട്ട് വീഡിയോ ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് തന്നെ നമുക്ക് പാട്ടോ മ്യൂസിക്കോ സെലക്ട് ചെയ്തിട്ട് ഇടാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ സ്റ്റാറ്റസ് കയറി മൈ സ്റ്റാറ്റസ് അപ്ഡേറ്റിൽ കയറിയിട്ട് ഇവിടെ ന്യൂ ടെസ്റ്റ് സ്റ്റാറ്റസ് എന്നൊരു സംഭവമുണ്ട്. ന്യൂ ടെസ്റ്റ് അല്ല, ന്യൂ സ്റ്റാറ്റസ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അതൊക്കെ നമുക്കറിയാം. അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അല്ലാതെ വീഡിയോയിൽ മാത്രമല്ല, നമുക്ക് ഫോട്ടോയിലും പറ്റും. അതൊക്കെ എല്ലാം കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഒരു വീഡിയോ സെലക്ട് ചെയ്യണം. ഇവിടെ നിന്ന് വീഡിയോ സെലക്ട് ചെയ്ത് ഇവിടെ വേറെ വീഡിയോ സെലക്ട് ചെയ്തു. ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ടെസ്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഡ്രോ, ട്രിം ചെയ്യാനുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ നേരത്തെ ഉള്ളതാണ്. ഇവിടെ നമുക്ക് പുതിയൊരു മ്യൂസിക് ഉണ്ട്, ആഡ് മ്യൂസിക് എന്ന് പറഞ്ഞുകൊണ്ട്. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെർച്ച് ഉണ്ട്. സെർച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ തന്നെ കുറേ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള പ്ലേ നോക്കിയിട്ട് നമുക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ പ്ലേ ചെയ്യുന്നില്ല, പ്ലേ ചെയ്താൽ കോപ്പിറൈറ്റ് കിട്ടും. അപ്പോൾ എന്നിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ മ്യൂസിക് അവിടെ വരും. ഇതേപോലെ ഫോട്ടോയിൽ ചെയ്യാൻ പറ്റും. അത് ഞാൻ കാണിച്ചില്ല. ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഫോട്ടോ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഓപ്ഷൻ വരുന്നുണ്ട്. കണ്ടോ, നമുക്ക് അതും ഒരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് പാട്ടിട്ടിട്ട് മ്യൂസിക് ഇട്ടിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ സ്റ്റാറ്റസിനൊക്കെ കളറാക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കുക, മറ്റ് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ പുതിയ കിടില വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.